എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അനാലിസിസ് ഓഫ് റേറ്റ്സ് ആണ്. അപ്പോൾ ഈ അനാലിസിസ് ഓഫ് റേറ്റ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ഈ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലെറ്റ് മീ ഗിവ് യു എ സ്മോൾ ഇൻട്രൊഡക്ഷൻ. നമുക്ക് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് അനാലിസിസ് ഓഫ് റേറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഡീൽ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത കുറേ ഐറ്റംസ് ഓഫ് വർക്ക് ഉണ്ട് അല്ലേ. ഒരുപാട് ഐറ്റംസ് ഓഫ് വർക്ക് എന്ന് പറയുമ്പം അതിനകത്ത് ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട്. കോൺക്രീറ്റ്, ബ്ലോക്ക്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, പോയിന്റിങ്, വുഡ് വർക്ക്, അങ്ങനെ റൂഫ്, അങ്ങനെ പല പല റൂഫ് ടൈല്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നതാണ് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുറേ ലിസ്റ്റ് ഓഫ് വർക്ക്സ് ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ കോൺക്രീറ്റ്, പ്ലാസ്റ്റർ, അങ്ങനെ എല്ലാം, അതിനെല്ലാം യൂണിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഓരോന്നിനും യൂണിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞ അനാലിസിസ് ഓഫ് റേറ്റ് ഡീൽ ചെയ്യുന്നത് 1 മീറ്റർ ക്യൂബ് കോൺക്രീറ്റിന് എത്ര രൂപ, അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ പ്ലാസ്റ്റർ ചെയ്യാൻ എത്ര ചെലവാകും, അങ്ങനെ ഒരു പെർ മീറ്റർ ക്യൂബ് എത്ര ചെലവ് എന്നുള്ള എത്ര പൈസയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ടൈലിന്റെ വില നമ്മൾ എങ്ങനെയാ പറയുന്നത്? ടൈലിന്റെ വില സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, 50 രൂപ അല്ലെ 60 രൂപ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊരു മെറ്റീരിയൽ റേറ്റ് ആണ് അല്ലേ. പക്ഷെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു വർക്കിന്റെ റേറ്റ് ആണ്. ഇപ്പം ഉദാഹരണം ടൈലിനെ വെച്ച് തന്നെ പറയാം. ഒരു ടൈലിന്റെ മെറ്റീരിയലിന് സ്ക്വയർ ഫീറ്റിന് 60 രൂപ. പക്ഷെ ടൈലിംഗ് എന്ന് പറയുന്ന ആ ഒരു വർക്കിന് 60 രൂപ ആയിരിക്കില്ല. കാര്യം എന്തുകൊണ്ടാ? ആ ടൈല് മെറ്റീരിയലായിട്ട് ഒരിടത്ത് ഇരിക്കുന്നതിനെ ഒരാൾ വന്ന് ടൈലിൽ നിന്നുള്ള മെറ്റീരിയൽ എടുത്ത് നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്ത് ഫിക്സ് ചെയ്ത് പോയിന്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി യൂസ് ചെയ്യാൻ പാകത്തിനാക്കി നമ്മുടെ ക്ലയന്റിന്റെ തരണമെങ്കിൽ അതിനകത്തൊരു ലേബർ ഇൻവോൾവ് ആണ്. അതിനെ കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള കുറെ എക്സ്പെൻസുകൾ ഇൻവോൾവ് ആണ്. അപ്പൊ ഇതെല്ലാം ചേർത്ത് ഫൈനൽ ആ ടൈലിംഗ് വർക്ക് തീർക്കാൻ എത്ര രൂപ, ഒരു സ്ക്വയർ ഫീറ്റിന് അല്ലെ സ്ക്വയർ മീറ്ററിന് എത്ര രൂപ എന്നുള്ള കണക്കിനെയാണ് നമ്മൾ റേറ്റ്, അനാലിസിസ് ഓഫ് റേറ്റിലൂടെ കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു അനാലിസിസ് ഓഫ് റേറ്റ് ചെയ്യുമ്പോൾ ഒരു വർക്കിന്റെ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് മെറ്റീരിയൽ റേറ്റ് ഇൻവോൾവ് ആണ്, ലേബറിന്റെ ചെലവുകൾ ഇൻവോൾവ് ആണ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് എന്തൊക്കെയാണ്? മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് ചെലവുകളുണ്ട്. പിന്നെ അതിനെല്ലാം കൂടാതെ കോൺട്രാക്ടേഴ്സിന്റെ പ്രോഫിറ്റ്, ഒരാളെ നിർത്തി ചെയ്യുന്ന സമയത്ത് അത് ചെയ്യിക്കുന്ന ആളിന് പ്രോഫിറ്റ് ഉണ്ടാകണം. സോ അതിന് ഒരു 15%, ഇതിന് മുമ്പ് 10% ആയിരുന്നു, ഇപ്പോൾ അത് 15% പ്രോഫിറ്റ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റ്സ് ചെയ്യുന്നത്. ഇനി ഈ പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. ഇപ്പൊ ഇന്ത്യയിലെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയില് ഡൽഹിയിലുള്ള റേറ്റ് അല്ല കേരളത്തില്. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ ഡൽഹിയിൽ നമ്മളൊരു കോൺക്രീറ്റിംഗ് ചെയ്യുവാണ്, ആ റേറ്റ് തന്നെ ആയിരിക്കത്തില്ല കേരളത്തിലെ കോൺക്രീറ്റിംഗ് റേറ്റ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ലേബറിന്റെ വേജസ് ഡിഫറെന്റ് ആണ്. ഡൽഹിയിൽ കിട്ടുന്ന ഒരു മേസണ് കിട്ടുന്ന വേജ് അല്ല, ഒരു ദിവസത്തെ കൂലി അല്ല കേരളത്തിൽ കിട്ടുന്നത് അല്ലേ. അപ്പൊ അതുപോലെ മെറ്റീരിയലിന്റെ കോസ്റ്റും ഡിഫറെന്റ് ആയിരിക്കും, കുറച്ചൊക്കെ വേരിയേഷൻ ഉണ്ടാവും. സോ ഇതെല്ലാം വെച്ചിട്ട് ഓരോ സ്ഥലത്തും റേറ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്തിനെയൊക്കെയാണ് ഒരു റേറ്റ് ഓഫ് വർക്കിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു വർക്കിന്റെ റേറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താണ്? സ്പെസിഫിക്കേഷൻ ഓഫ് works and materials, quality of materials,
പ്രൊപ്പോർഷൻ ഓഫ് മോർട്ടാർ, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, സോ വർക്ക്, മെറ്റീരിയൽ, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ഞാൻ നേരത്തെ ടൈലിന്റെ കാര്യം പറഞ്ഞു. ഒരു ഫ്ലോർ നമുക്ക് തന്നിട്ട് അവിടെ ടൈല് വേണേൽ ഇടാം, ഗ്രാനൈറ്റ് ഇടാം. പക്ഷേ ടൈൽ ഇടാനുള്ള റേറ്റ് അല്ല ഗ്രാനൈറ്റ് ഇടാനുള്ള റേറ്റ്. ആ ഒരു വ്യത്യാസം വരും. ഓക്കെ, അത് കാര്യം മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്. അതേപോലെ പ്രൊപ്പോർഷൻ ഓഫ് മോർട്ടാർ. ഇപ്പോൾ 1:4 എന്ന് പറയുന്ന മോർട്ടാർ പ്രൊപ്പോർഷന്റെ റേറ്റ് ആയിരിക്കത്തില്ല 1:3ക്ക് അല്ലെ 1:2ന്. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ ഒരാളെ നിർത്തി ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, എക്സ്കവേറ്റർ ഉപയോഗിക്കാം. സോ അതിന് രണ്ടിൻ്റെയും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ, ദ റേറ്റ്, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബറർ ആൻഡ് ദെയർ റേറ്റ്സ്. അതായത് എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളതും, അത് മാത്രമല്ല ലേബർ ഏതൊക്കെ ടൈപ്പാണ്. ഇപ്പം ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ ചിലതിനാണെങ്കിൽ സ്കിൽഡ് ലേബർ വേണം, ചിലതിനാണെങ്കിൽ അത്ര സ്കിൽഡ് വേണ്ടി വരില്ല. സോ അതനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? എവിടെയാണ് ഈ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് എവിടെയാണോ പണി ചെയ്യേണ്ടത് അവിടുത്തെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒട്ടും വഴിയില്ലാത്ത ഒരു സൈറ്റ്, ഓക്കെ, വലിയ വണ്ടികളൊന്നും ചെല്ലാത്ത സൈറ്റ് ആണെങ്കിൽ അവിടെ മെറ്റീരിയൽ കൂടുതൽ ആൾക്കാരെ നിർത്തി നമ്മൾ ബാരോയിൽ കൊണ്ടുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സോ അപ്പോൾ അവിടെ റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഓവർ ഹെഡ് എക്സ്പെൻസ്, പ്രോഫിറ്റ്, കോൺട്രാക്ടർ അനുസരിച്ച് മാറും. സോ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് വേരി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്ന ഓവർ ഹെഡ് കോസ്റ്റിനെ കുറിച്ചാണ്. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ആ വർക്കിന് വേണ്ടി അല്ലാതെ അഡീഷണൽ ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഓവർ ഹെഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയലും ലേബറും ഉണ്ട്, അത് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുമായിട്ട് ആ വർക്ക് നടക്കണമെങ്കിൽ അതുമായിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, ജനറൽ ഓവർ ഹെഡും ജോബ് ഓവർ ഹെഡും. ജനറൽ ഓവർ ഹെഡിന് എന്തൊക്കെയാണ്? ഓഫീസ് സ്റ്റാഫിനുള്ള ചിലവ്, സ്റ്റേഷനറി, പ്രിന്റിങ്, പോസ്റ്റേജ്, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, ടെലഫോണ്, റെന്റ്, അങ്ങനെ കുറച്ച് ജനറൽ ഓവർ ഹെഡും. ജോബ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷന് വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സിനുള്ള സാലറി, അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള ചിലവ്, പിന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സിൻ്റെയോ ടൂൾസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ റിപ്പയർ, ക്യാരിയേജ്, ഡിപ്രീസിയേഷൻ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. സോ പിന്നെ അമ്യൂണിറ്റീസ്, കോമ്പൻസേഷൻ, ഇൻഷുറൻസ്, അതെല്ലാം ഒരു ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല, പക്ഷേ ഇതെല്ലാം ചിലവുകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓരോ വർക്കിലും നമ്മൾ ഒരു ഓവർ ഹെഡ് കോസ്റ്റ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഫൈനൽ റേറ്റ് നമ്മൾ ഒരു വർക്കിൻ്റെ പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് ഒരു വർക്കിൻ്റെ റേറ്റ് നമ്മൾ പറയുമ്പോൾ അനാലിസിസ് ഓഫ് റേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന രണ്ട് കമ്പോണൻസ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റും ലേബറിൻ്റെ റേറ്റും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഐറ്റം ഓഫ് വർക്കിൻ്റെ റേറ്റിനെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനിയും രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ലൈഡിൽ കാണുന്ന ഒരു ടേമാണ് ടാസ്ക് ഓർ ഔട്ട് ടേൺ വർക്ക്. ഉദ്ദേശിക്കുന്നത് ഒരു ലേബർ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു സ്കിൽഡ് ലേബറിന് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന മാക്സിമം വർക്ക്. അതായത് ഇപ്പോൾ ഒരു മേസന്റെ കാര്യം, ഒരു സ്കിൽഡ് മേസൺ ഒരു ബ്രിക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഒരു 200 to 300 ബ്രിക്ക് വരെ ഒരു ദിവസം ചെയ്യാൻ പറ്റും, ഒരു ഏകദേശം. സോ അതൊരു ടാസ്ക് ആണ്, ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. സോ അതിനെയാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഒരു നമ്മൾ ഇതിനു മുമ്പ് കോൺക്രീറ്റ് ടെക്നോളജിയിലൊക്കെ പഠിച്ച കാര്യമാണ്. എന്താണ് ഒരു കോൺക്രീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കോൺക്രീറ്റിന്റെ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ്. അതായത് ഒരു മിക്സ് ഡിസൈൻ പ്രൊസീജിയർ ചെയ്തിട്ട് ഉദാഹരണം പറയാം. നമുക്ക് M30 ഓക്കെ M30 കോൺക്രീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. സോ M30 കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നിലവിൽ IS 10262 എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യണം. അങ്ങനെ മിക്സ് ഡിസൈൻ ചെയ്തതിന് ശേഷം അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ഒരു മിക്സ് പ്രൊപ്പോർഷൻ കിട്ടും. അത് മേ ബി ഒരു ഉദാഹരണം എക്സാമ്പിളുമായിട്ട് പറയാം. 1:1.5:3 ഒരു എക്സാമ്പിൾ പറയാണ്. ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾ 1:1.5:3 എന്ന് പറയുന്ന ഒരു റേഷ്യോ നമുക്ക് കിട്ടി. അതിനകത്ത് 1 പാർട്ട് സിമെന്റ്, 1.5 ഫൈൻ അഗ്രിഗേറ്റ്, 3 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ്. സോ അങ്ങനെ ഒരു റേഷ്യോ നമുക്ക് കിട്ടിയല്ലോ. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരു കോൺക്രീറ്റിന്റെ പർട്ടിക്കുലർ മിക്സ് കോൺക്രീറ്റിന്റെ റേഷ്യോ നമുക്കറിയാം. ആ റേഷ്യോ വെച്ചിട്ട് ഇത്ര മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് വേണം? ഒന്നുകൂടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരു റേഷ്യോ ഉണ്ട്. അതിന് മുന്നേ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ മുന്നിൽ ഒരു 10 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഓക്കെ, 10 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് നമ്മൾ ചെയ്യണം. ഓക്കെ, ആ 10 മീറ്റർ കോൺക്രീറ്റ് ആ കോൺക്രീറ്റിന്റെ റേഷ്യോയും നമുക്കറിയാം. 1:1.5:3 ആണെന്നറിയാം. അപ്പൊ നമ്മുടെ എന്തൊക്കെയുണ്ട് ഡേറ്റ? 10 മീറ്റർ ക്യൂബ് ആണ് നമ്മൾ ചെയ്യാനുള്ള വർക്ക്. രണ്ടാമത്തെ കാര്യം, അതിന്റെ റേഷ്യോ 1:1.5:3 ആണ്. ഇത്രയും ഡേറ്റ നമ്മുടെ തന്നിരിക്കുക. സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്ത്? ഈ കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര മെറ്റീരിയൽ എടുത്താൽ പറ്റും. അതറിയാനുള്ള പ്രൊസീജിയറാണ് ഇനിയും പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് 10 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് നമുക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ എവിടെയാണോ കോൺക്രീറ്റ് ഉണ്ടാക്കേണ്ടത് ഫോം വർക്കിലേക്ക് പ്ലേസ് ചെയ്യും. ഫോം വർക്കിലേക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാറാണ് പതിവ്, അല്ലേ? സോ ആ ഫിനിഷ് ചെയ്ത വോളിയമാണ് 10 മീറ്റർ ക്യൂബ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ബീമോ സ്ലാബോ ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിനൊരു ബീമിന് ഒരു ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഉണ്ടല്ലോ. സോ ആ ബീമിന്റെ വോളിയമാണ് 10 മീറ്റർ ക്യൂബ് എന്ന് കരുതുക. അത് നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് 10 മീറ്റർ ക്യൂബ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 മീറ്റർ ക്യൂബ് കിട്ടണമെങ്കിൽ ലൂസായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ എടുക്കേണ്ടത് ഈ 10 മീറ്റർ ക്യൂബിനേക്കാൾ കൂടുതലായിരിക്കണം. ശരിയല്ലേ? വളരെ ലൂസായിട്ട് കിടക്കുന്ന കുറെ മെറ്റീരിയൽ വോളിയം വൈസ് ആ പറയുന്നത്, വെയിറ്റ് അല്ല പറയുന്നത്, വോളിയം ആണ് പറയുന്നത്. ഓക്കെ, സോ 10 മീറ്റർ ക്യൂബ് കിട്ടണമെങ്കിൽ, 10 മീറ്റർ ക്യൂബ് വെറ്റ് വോളിയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഒരു തമ്പ് റൂള് പോലെയാണ്. 15.4 മുതൽ 15.7 വരെ മീറ്റർ ക്യൂബ് ഡ്രൈ വോളിയം എടുത്തെങ്കിൽ മാത്രമേ 10 മീറ്റർ ക്യൂബ് വെറ്റ് വോളിയം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ സ്ലൈഡിലേക്ക് നോക്കുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഷ്യോ 1:2:4 ആണ്. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോർഷൻ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. 1:2:4 നിന്ന് 1 പാർട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം. സിമെന്റ് ആണ് 1 പാർട്ട്. സോ 1 ബൈ ബ്രാക്കറ്റിൽ 1 + 2 + 4 എന്താണ് ഈ റേഷ്യോയുടെ സമ്മ്? ഓക്കെ, 1 + 2 + 4 മൾട്ടിപ്ലൈഡ് ബൈ 15.4. 15.4 എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡ്രൈ വോളിയം ആണ്. ഓക്കെ, 10 മീറ്റർ ക്യൂബ് വെറ്റ് വോളിയം കിട്ടാൻ വേണ്ടി 15.4 മീറ്റർ ക്യൂബ് വെറ്റ് ഡ്രൈ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ 2.2 മീറ്റർ ക്യൂബ് ഓഫ് സിമെന്റ് ആണ് നമുക്കിതിന് ആവശ്യം വരുന്നത്. ഫൈൻ അഗ്രിഗേറ്റ് എത്രയാണ് വരുന്നത്? 4.4 മീറ്റർ ക്യൂബ്. എങ്ങനെയാണ്? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. 1:2:4 ആയതുകൊണ്ട് 1 പാർട്ട് സിമെന്റ് 2.2 എന്ന് കിട്ടിയാൽ 2 പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യാം. 2.2 multiplied by 2 gives
4 മീറ്റർ ക്യൂബ്. ഇനി കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയോ 1 പാർട്ട് സിമെന്റ് 2.2 മീറ്റർ ക്യൂബ് ആണെങ്കിൽ 4 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് എത്രയായിരിക്കും? 4 ടൈംസ് 2.2, അത് എത്രയാണ്? 8.8 മീറ്റർ ക്യൂബ്. ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാം. നമുക്കറിയാം എന്ത്? 1 മീറ്റർ ക്യൂബ്, ഇത് ഗിവൺ വാല്യൂ ആണ്, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ ആണ്. 1 മീറ്റർ ക്യൂബ് OPCയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1440 കിലോഗ്രാം ആണ്, സ്റ്റാൻഡേർഡ് വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ 2.2 മീറ്റർ ക്യൂബ് OPCയുടെ കിലോഗ്രാം എത്രയായിരിക്കും? നമുക്കിപ്പോൾ റേഷ്യോ പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 2.2 മീറ്റർ ക്യൂബ് ഓഫ് സിമെന്റ് എന്നാണ് അല്ലേ? സോ അതിനെ നമുക്ക് വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സോ 1 മീറ്റർ ക്യൂബിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1440 ആണെങ്കിൽ 2.2 മീറ്റർ ക്യൂബ് OPCയുടെ വെയിറ്റ് എത്രയാണ്? 1440 മൾട്ടിപ്ലൈഡ് ബൈ 2.2, അതെന്ന് പറഞ്ഞാൽ 3168 കിലോഗ്രാം. ഓക്കെ. ഇനി നമുക്കറിയാം സിമെന്റ് നമുക്ക് അവൈലബിൾ ആകുന്ന ഏത് ഫോമിലാണ്? ബാഗിന്റെ രൂപത്തിലാണ്. ഒരു ബാഗിന്റെ വെയിറ്റ് 50 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3168 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ബാഗാണ്? ഡിവൈഡഡ് ബൈ 50 ചെയ്യാം. ഒരു ബാഗിന്റെ വെയിറ്റ് ആണ് 50 കിലോഗ്രാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം അപ്രോക്സിമേറ്റ്ലി 64 ബാഗ്സ് കിട്ടും. ദാറ്റ് മീൻസ് 2.2 മീറ്റർ ക്യൂബ് OPC എന്ന് പറയുന്നത് 64 ബാഗ്സ് ആണ്. ഇതായത് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് M ക്യൂബിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാം, കോഴ്സ് അഗ്രിഗേറ്റ് M ക്യൂബിൽ കണ്ടുപിടിക്കാം. പക്ഷേ സിമെന്റിന്റെ കേസിൽ സിമെന്റ് ഒരു കടയിൽ പോയി നമ്മൾ ഒരിക്കലും ഇത്ര മീറ്റർ ക്യൂബ് സിമെന്റ് വേണം എന്നല്ല പറയുന്നത്. മറിച്ച് എങ്ങനെയാണ്? എനിക്ക് ഇത്ര ബാഗ് സിമെന്റ്, ഇത്ര ചാക്ക് സിമെന്റ് എന്നേ നമ്മൾ പറയാറുള്ളൂ. സോ അതുകൊണ്ട് സിമെന്റിന്റെ വോളിയത്തെ നമ്മൾ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് അതിന്റെ ഒരു റീസൺ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് ചെയ്യുന്നതിന്റെ റീസൺ ആണ് ഇവിടെ പറഞ്ഞത്. സോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച 1:2:4 റേഷ്യോയിലുള്ള കോൺക്രീറ്റ്. ഓക്കെ. സോ ആ കോൺക്രീറ്റിന്റെ റേറ്റ്, ആ ഒരു വർക്കിന്റെ റേറ്റ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ടേബിൾ ഫോം ചെയ്തിട്ടുണ്ട്. ടേബിളിന്റെ ഫോമാറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സീരിയൽ നമ്പർ, ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഓക്കെ. സോ അതിനകത്ത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെറ്റീരിയൽസ്. നമുക്ക് ആ ഒരു ഐറ്റം ഓഫ് വർക്കിന്റെ എമൗണ്ടിലേക്കാണ് എത്തേണ്ടത്. സോ അങ്ങനെ എത്തണമെങ്കിൽ നമുക്ക് മെറ്റീരിയലും ലേബറും മെയിൻ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കോഴ്സ് അഗ്രിഗേറ്റിന്റെ നമുക്ക് കണ്ടുപിടിച്ച വോളിയം എത്രയാണ്? 8.8 മീറ്റർ ക്യൂബ്. റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു മെറ്റീരിയലിന്റെ റേറ്റ് അല്ലെങ്കിൽ ലേബറിന്റെ വേജസ് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. ഇതിനെല്ലാം ചേർത്തൊരു സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബുക്സ് അവൈലബിൾ ആണ്, ഡോക്യുമെന്റ്സ്. അത് ഗവൺമെന്റ് പല സ്റ്റേജസിലുള്ള ഗവൺമെന്റ് പല സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. സോ നമുക്ക് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഉണ്ട്, ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലെ കൺസിഡർ ചെയ്താൽ കേരള PWD അല്ലെ സെൻട്രൽ PWD ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഡോക്യുമെന്റ്സ് ഇറക്കിയിട്ടുണ്ട്, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. സോ അത് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഓരോ മെറ്റീരിയലിന്റെയും റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. സോ അത് വെച്ചിട്ട് ഇപ്പൊ നോക്കുക, റേറ്റ് 1300 പെർ മീറ്റർ ക്യൂബ്. ഓക്കെ. സോ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ബൈ റേറ്റ് ഈസ് എമൗണ്ട്. ഇതേപോലെ ഫൈൻ അഗ്രിഗേറ്റിന്റെയും സിമെന്റിന്റെയും നമുക്ക് ക്വാണ്ടിറ്റി അറിയാം, റേറ്റ് അറിയാം. ഈ റേറ്റ് എല്ലാം ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. ചില സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, സിമെന്റിൻ്റെത് ടണ്ണിലായിരിക്കും റേറ്റ് തന്നിരിക്കുന്നത്. ഒരു ടണ്ണിന് ഇത്ര രൂപ. അത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് കിലോഗ്രാമിലേക്ക് വേണേൽ കൺവേർട്ട് ചെയ്യാം. ഒരു ടണ്ണിന് ഇത്ര രൂപ എന്ന് കണ്ടുപിടിച്ചാൽ ഒരു കിലോഗ്രാമിന് എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? 1000 കിലോഗ്രാം ആണ് ഒരു ടൺ. ഓക്കെ. സോ ആ രീതിക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് റേറ്റ് കണ്ടുപിടിക്കാം. സോ അങ്ങനെ അതിൽ നിന്ന് എമൗണ്ട് 3 മെറ്റീരിയലിന്റെ കിട്ടി. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ലേബർ. ലേബറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇത്രയും കൺസിഡർ ചെയ്തിട്ടുണ്ട് ലേബർ അല്ലെ? സോ
ഓരോ കാറ്റഗറി സ്കില്ലിനെ ബേസ് ചെയ്തിട്ടും ഐറ്റം ഓഫ് വർക്കിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ലേബറിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഹെഡ് മേസൺ അല്ലെ മേസ്ത്രി, മേസൺ, മസ്ഡൂർ, കൂലി, ഭിഷ്ടി, അത്രയും കാറ്റഗറി നമുക്ക് എന്താണ് ലേബർ കാറ്റഗറി വരുന്നുണ്ട്. ആ നിങ്ങൾക്ക് തോന്നാം എവിടുന്നാണ് ഈ ക്വാണ്ടിറ്റി 1/3 നമ്പേഴ്സ്, 2 നമ്പേഴ്സ്, 12 നമ്പേഴ്സ്, 20 നമ്പേഴ്സ് ഒക്കെ എവിടുന്ന് വന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. അത് ഒരു ശരിക്കും പറഞ്ഞാൽ അതിനൊരു റിട്ടേൺ ഡോക്യുമെന്റ് അങ്ങനെ പറയുന്നതിൽ നല്ലത്. ഇതൊരു ജനറൽ രീതിയാണ്, ഒരു എക്സ്പീരിയൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഇത് കിട്ടാൻ വേണ്ടിയുള്ള വഴി എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് പറഞ്ഞതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്. അനാലിസിസ് ഓഫ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്. അത് പല വർഷം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഓരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. സോ അനാലിസിസ് ഓഫ് റേറ്റ്സ് ഡൽഹി ഇറക്കിയിട്ടുള്ള അനാലിസിസ് ഓഫ് റേറ്റ്സ് ഡോക്യുമെന്റ്സ് ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് ഓരോ വർക്കിനും ഇത്ര ലേബർ കൺസിഡർ ചെയ്യണം എന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 1 മീറ്റർ ക്യൂബ് അല്ലെ 10 മീറ്റർ ക്യൂബ് ചെയ്യാൻ ഇത്ര ആൾക്കാരെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ 1/3 നമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 1/3 നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഒരിക്കലും ഒരു ലേബറിനെ നമ്മൾ ഒരിക്കലും 1/3 ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസത്തെ കണക്കെടുത്താൽ ഒരു ദിവസം ഫുൾ 8 hours, നമ്മൾ 8 മണിക്കൂറാണ് ഒരു ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വർക്കിന്റെ കാര്യത്തിൽ. സോ ആ 8 മണിക്കൂർ വർക്ക് ചെയ്യാൻ ആ ഫുൾ ഡ്യൂറേഷനും ഈ 8 മണിക്കൂറും ഈ ഹെഡ് മേസന്റെ ആവശ്യം ആ വർക്കിനില്ല എന്നതാണ് ഈ 1/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ആ 8 മണിക്കൂറിന്റെ 1/3 ടൈമിലേക്ക് മതി ഹെഡ് മേസന്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു 1/3 നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേസൺ ആണെങ്കിൽ മേസൺ 2 നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്ന 2 മേസനെ നിർത്തിയാലേ ആ ഒരു വർക്ക് തീരും. 2 മേസൺ എങ്കിലും ആവശ്യമാണ് ഒരു ദിവസം. സോ ആ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കാം. അതിന്റെ എല്ലാം റേറ്റ് നമുക്ക് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിൽ നിന്ന് കിട്ടും. റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി ഗീവ്സ് എമൗണ്ട്. അതിനുശേഷം ഫോംസ് ആൻഡ് സൺട്രീസ് ലംസം ആണ്. അതിനൊരു ലംസം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി പറയാനില്ല, പക്ഷെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ലംസമായിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഏകദേശ കണക്ക് വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ എടുത്തു. ഇനി ഈ കിട്ടിയ ടോട്ടൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ ലേബറിന്റെ സം ആണ് അല്ലേ. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ ഒരു 1.5% വാട്ടർ ചാർജസും ഒരു 15% കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് കൂടെ കൺസിഡർ ചെയ്യണം. ഇതിനു മുമ്പൊക്കെ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആയിരുന്നു, പക്ഷെ പിന്നീട് അത് റിവൈസ് ചെയ്തിട്ട് 15%ലേക്ക് മാറ്റി. സോ അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു വർക്കാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അനാലിസിസ് ഓഫ് റേറ്റ്സ് ഡോക്യുമെന്റ് നോക്കുക. സോ അതിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓരോ വർക്കിനും എത്ര ലേബർ വേണം, എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺക്രീറ്റിന്റെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിലുള്ള കോൺക്രീറ്റിന്റെ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് കോൺക്രീറ്റിനെ വിട്ടിട്ട് മോർട്ടാറിലേക്ക് വരാം. മോർട്ടാറിന് പറയുമ്പോൾ അതിനകത്ത് കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ള കമ്പോണന്റിനെ നമ്മൾ ഒഴിവാക്കുന്നു, സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ കോൺക്രീറ്റിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാ? 1:2, 2:4 എന്ന് പറയും. പക്ഷെ മോർട്ടാറിന്റെ കേസിൽ അത് 1:3 അല്ലെങ്കിൽ 1:4 എന്നേ നമ്മൾ പറയാറുള്ളൂ. കാര്യം 1 പാർട്ട് സിമെന്റും 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റും. അതുകൊണ്ടാണ് 1:3 എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്ലാസ്റ്ററിങ്ങിന്റെ കേസ് എടുക്കാം. ഓക്കെ, മോർട്ടാറാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്ററിങ്ങിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സോ സപ്പോസ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് നമുക്ക് മോർട്ടാർ പ്രിപ്പയർ ചെയ്യണം. സോ അതിന്റെ പ്രൊപ്പോർഷൻ റേഷ്യോ നമുക്കറിയാം, 1:3 ആണ് റേഷ്യോ. അതിലുള്ള മോർട്ടാറിന്റെ ക്വാണ്ടിറ്റി എടുക്കണം. അത് നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ,
സോ നമുക്കറിയാം പ്ലാസ്റ്ററിങ് എപ്പോഴും മീറ്റർ സ്ക്വയറിലാണ് യൂണിറ്റ്. പക്ഷെ എന്നിരുന്നാലും പ്ലാസ്റ്ററിങ്ങിന് ഒരു തിക്നെസ് ഉണ്ട്. അതായത് ബ്രിക്കിന്റെ മുകളിൽ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു തിക്നെസ് ഉണ്ട് അല്ലെ, ചെറിയ തിക്നെസ്. അതൊരു 10 to 20 mm വരെ പോവാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു 12 mm ആണെന്ന് കരുതുക. ഓക്കെ, സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബ്രിക്ക് വർക്ക് ചെയ്യുന്ന ബ്രിക്ക് വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭിത്തിയുണ്ട്. ഓക്കെ, ആ ഭിത്തിക്ക് മുകളിലാണല്ലോ നമ്മൾ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യുന്നത്. സോ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത വോളയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്ലാസ്റ്റർ ക്വാണ്ടിറ്റി ഏരിയ ഉണ്ട് നമുക്ക്, അതിൻ്റെ കൂടെ തിക്നെസ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം എങ്ങനെ നമുക്ക് കിട്ടും? വോളിയം കിട്ടാൻ വേണ്ടി ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ തിക്നെസ് അല്ലേ? ഏരിയ മൾട്ടിപ്ലൈ ബൈ തിക്നെസ് വെച്ചിട്ട് നമുക്ക് വോളിയം കിട്ടും. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ യൂസ് ചെയ്യാൻ ഉണ്ട് എന്നറിയാൻ വേണ്ടി ഏരിയ മൾട്ടിപ്ലൈ ബൈ തിക്നെസ് ചെയ്തു. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫ്രഷ് ആയിട്ട് പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോളയിൽ, അതായത് ബ്രിക്ക് വർക്ക് മാത്രം ചെയ്തിട്ടിരിക്കുന്ന വോളയിൽ പല രീതിയിലുള്ള അണ്ടുലേഷൻസ് ഉണ്ടാവും. അതായത് കുറേ ഹോൾസ് ഉണ്ടാവും, കുറേ അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല. അതുകൊണ്ട് തന്നെ ഈവൻ ദോ നമ്മൾ പ്ലാസ്റ്റർ ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ മൾട്ടിപ്ലൈ ബൈ തിക്നെസ് നമ്മൾ വോളിയം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറേ ഡിപ്രഷൻസും അൺഈവൻനെസ്സും ഒക്കെ വോളയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 30% കൂടി എന്ത് ചെയ്യണം, എക്സ്ട്രാ മെറ്റീരിയൽ കൺസിഡർ ചെയ്യണം. കാര്യം ആ ഗ്യാപ്പ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടി ഒരു 30% എക്സ്ട്രാ കൺസിഡർ ചെയ്തു. ഇനി കോൺക്രീറ്റിന്റെ കേസ് കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ വെറ്റ് വോളിയം, ഡ്രൈ വോളിയം. എപ്പോഴും ഡ്രൈ വോളിയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലാണ്. കാര്യം മെറ്റീരിയൽ ഡ്രൈ ആയിട്ട് കോമ്പാക്റ്റഡ് അല്ലാതിരിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വോളിയം അതിനകത്ത് ഉണ്ടാവും, ഡ്രൈ വോളിയം. സോ അതുകൊണ്ട് തന്നെ വെറ്റ് വോളിയത്തിന്റെ കൂടെ ഒരു 25% കൂടെ എക്സ്ട്രാ നമ്മൾ ഡ്രൈ വോളിയത്തിന് വേണ്ടി കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു ജനറൽ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. സോ വൺസ് ആ ടോട്ടൽ മോർട്ടാറിന്റെ ക്വാണ്ടിറ്റി കിട്ടിയാൽ, വോളിയം നമുക്ക് കിട്ടിയല്ലോ, ടോട്ടൽ ഇത്ര വോളിയം മോർട്ടാർ ഉണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിനു മുമ്പ് നമ്മൾ കോൺക്രീറ്റിന്റെ കാര്യം ചെയ്തതുപോലെ നമുക്ക് റേഷ്യോ അറിയാമെങ്കിൽ, 1:3 റേഷ്യോ അറിയാമെങ്കിൽ സിമെന്റിന്റെ പാർട്ട് കണ്ടുപിടിക്കുക, അഗ്രിഗേറ്റിന്റെ പാർട്ട് കണ്ടുപിടിക്കുക. കോൺക്രീറ്റിന്റെ അതേ രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് കേസ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 12 mm തിക്ക് പ്ലാസ്റ്ററിങ് ആണെങ്കിൽ ഒരു 100 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു വോള് നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ വോൾ തിക്നെസ്, പ്ലാസ്റ്റർ തിക്നെസ് എന്ന് പറയുന്നത് 12 mm ആണെന്ന് കരുതുക. സോ അങ്ങനെയാണെങ്കിൽ എത്ര മോർട്ടാർ യൂസ് ചെയ്യണം? അതാണ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ യൂസ് ചെയ്യണം, ആ മോർട്ടാർ പ്രിപ്പയർ ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി സാൻഡും സിമെന്റും വേണം, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ വെറ്റ് മിക്സ്ഡ് മോർട്ടാർ ഫോർ യൂണിഫോം ലെയർ 1.2 ക്യൂബിക് മീറ്റർ. ഇത് എങ്ങനെയാണ് കിട്ടിയത്? ഈ 1.2 എന്ന് പറയുന്നത് 100 മൾട്ടിപ്ലൈഡ് ബൈ 12, ഉദ്ദേശിക്കുന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. രണ്ടും നമ്മൾ മീറ്ററിൽ ഇട്ട് ചെയ്യാണ്. 12 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.2 ക്യൂബിക് മീറ്റർ. ടോട്ടൽ വോളിയം അല്ലേ, ആ 100 സ്ക്വയർ മീറ്റർ ഉള്ള വോളിൽ യൂണിഫോം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 100 സ്ക്വയർ മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ആ തിക്നെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1.2 ക്യൂബിക് മീറ്റർ ഓഫ് വെറ്റ് മിക്സ്ഡ് മോർട്ടാർ ആണ് വേണ്ടത്. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അൺഈവൻനെസ് അല്ലെങ്കിൽ ജോയിൻസ്, ക്രാക്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 30% കൂടി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, 30% കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ വോളിയം 1.2 എന്നുള്ളത് എന്തായി? 1.56 ക്യൂബിക് മീറ്റർ ആയി. ഇനി നമ്മൾ ഡ്രൈ വോളിയം എടുക്കുമ്പോൾ എന്താണ്? വീണ്ടും ഒരു 25% കൂടെ എക്സ്ട്രാ കൺസിഡർ ചെയ്യണം. സോ 1.56ന്റെ ഒരു 25% കൂടെ എക്സ്ട്രാ ഇട്ടപ്പോൾ 1.95 ക്യൂബിക് മീറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ക്യൂബിക് മീറ്റർ. സോ ഇത്രയും ആലോചിക്കുക, 1.2 ക്യൂബിക് മീറ്റർ വെറ്റ് മിക്സ്ഡ് മോർട്ടാർ കിട്ടണമെങ്കിൽ, ഒരു
യൂണിഫോം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ടോട്ടൽ നമ്മൾ 2 ക്യൂബിക് മീറ്റർ അപ്രോക്സിമേറ്റ്ലി എടുക്കണം. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് കോൺക്രീറ്റിന്റെ കേസിൽ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയറാണ്. സിമെന്റിന്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ 1:6 മോർട്ടാർ ആണെങ്കിൽ 1:6 സിമെന്റ് മോർട്ടാർ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് 1/1 + 6. ഓക്കെ, 1/1 + 6 multiplied by 2, okay, is equal to 0.3 cubic meter. സോ എന്താണ് ഈ 2 എന്ന് പറയുന്നത്? ഈ 2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ ടോട്ടൽ ഡ്രൈ വോളിയം ആണ് 2. ആ 2ന്റെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് 1/7 ഓഫ് 1/1 + 6, അതായത് 1/7 ഓഫ് 2, അതായത് 0.3 ക്യൂബിക് മീറ്റർ. ഇനി സാൻഡിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഇതിന്റെ ഈ 0.3യുടെ 6 ടൈംസ് 1:6 ആണല്ലോ റേഷ്യോ. സോ 1 പാർട്ട് സിമെന്റിന്റെ ക്വാണ്ടിറ്റി നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സാൻഡിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത മെത്തേഡാണ്. ഇനി 20 mm തിക് പ്ലാസ്റ്ററിംഗ് ആണെന്ന് കരുതുക. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് 12 mm തിക്നെസ് ആയിരുന്നു. ഇനി നമ്മൾ 20 mm തിക്നെസ് ആണെങ്കിൽ ജസ്റ്റ് നോക്കുക, ഇതിനു മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്തത് 30% എക്സ്ട്രാ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജോയിൻസ് ക്രാക്സ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രയാണ് എക്സ്ട്രാ എടുത്തത്? 30% ആയിരുന്നു കഴിഞ്ഞ തവണ. ഓക്കെ, ഇതിപ്പം ക്വാണ്ടിറ്റി ഓഫ് തിക്നെസ് പ്ലാസ്റ്ററിന്റെ കൂടുതലായതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവ് മതി. ടോട്ടൽ ഏരിയയുടെ വെച്ച് നോക്കുമ്പോൾ തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് വൈസ് വരുമ്പോൾ മോർട്ടാറിന്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള മോർട്ടാറിന്റെ ക്വാണ്ടിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പെർസെൻറ്റേജിൽ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ 20% നമ്മൾ എടുത്താൽ മതി. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് വെറ്റ് മോർട്ടാർ കണ്ടുപിടിക്കുകയാണ്. സോ 20% എക്സ്ട്രാ എടുത്തപ്പോൾ 2.4 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ 2.4 ക്യൂബിക് മീറ്റർ ആണ് കിട്ടിയത്. സോ അതിന്റെ കൂടെ 25% ഡ്രൈ വോളിയം എടുത്തു. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് 3 ക്യൂബിക് മീറ്റർ എന്ന് നമുക്ക് കിട്ടി. സോ ബാക്കി എന്താണ്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത അതേ രീതിയിൽ 1:6 റേഷ്യോ ആണെങ്കിൽ നമുക്ക് ആ രീതി 1:6 ആണെങ്കിൽ 1/1 + 6 ഇൻറ്റു ഈ പറഞ്ഞ 2.4 3 ചെയ്താൽ മതി. 3 ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സാൻഡിന്റെ ക്വാണ്ടിറ്റിയും കൂടെ കിട്ടും. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും ഈ പെർസെൻറ്റേജ്. നമ്മൾ ഫസ്റ്റ് കേസിൽ 30% കൺസിഡർ ചെയ്തു, ഈ കേസിൽ എത്രയാണ് 20% ആണ് കൺസിഡർ ചെയ്തത്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പല രീതിയിലുള്ള പ്രൊപ്പോർഷൻ, പല റേഷ്യോയിലുള്ള മോർട്ടാർ യൂസ് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി സിമെന്റും സാൻഡ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ടേബിളാണ്. അത് ജനറലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടേബിളാണ്. ഇപ്പോൾ ടോപ്പിൽ ആദ്യം 12 mm തിക് പ്ലാസ്റ്ററിങ് ആണെങ്കിൽ 2 ക്യൂബിക് മീറ്റർ ആണ് നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ എങ്കിൽ ഓരോ ടൈപ്പ് മോർട്ടാർ റേഷ്യോ ഡിഫറെൻ്റ് ആ പ്രൊപ്പോർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1:2 മുതൽ 1:6 വരെയുള്ള പ്രൊപ്പോർഷന് എത്ര സിമെന്റ് വേണം, എത്ര സാൻഡ് വേണം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 20 mm തിക് പ്ലാസ്റ്ററിങ് ആണെങ്കിൽ 3 ക്യൂബിക് മീറ്റർ ടോട്ടൽ വോളിയത്തിന് എത്ര 1:2 to 1:6 വരെയുള്ള റേഷ്യോയിലുള്ള മോർട്ടാറിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ആൻഡ് സാൻഡ് വേണം എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് പോലെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇത് ലാസ്റ്റ് സ്ലൈഡാണ് ഈ ഒരു സെഷനിലെ. സോ ഇവിടെ ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പല ഐറ്റംസ് ഓഫ് വർക്ക്. പ്ലാസ്റ്ററിങ്ങിന്റെ കേസിൽ പ്ലാസ്റ്ററിങ് നമുക്കറിയാം പല സ്ഥലത്തും പല വോൾ പ്ലാസ്റ്ററിങ് കാണും, സീലിംഗ് പ്ലാസ്റ്ററിങ് കാണും. സീലിംഗ് പ്ലാസ്റ്ററിങ് തന്നെ പല തിക്നെസ്സിലുണ്ടാവും. സോ അതെല്ലാം പല സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ്സും ചേഞ്ച് ചെയ്യും. സോ ഓരോ സിറ്റുവേഷനിലും നമ്മൾ എത്ര മെറ്റീരിയൽ എടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ കണക്കാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ 2 ഐറ്റം നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്, 12 mm പ്ലാസ്റ്ററിങ്ങും 20 mm പ്ലാസ്റ്ററിങ്ങും. സോ അതിന്റെ എക്സ്ട്രാ ഫോർ അൺഈവൻനെസ് നമ്മൾ ഒരു പെർസെൻറ്റേജ് കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡ്രൈ വോളിയം കൺസിഡർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ 25% നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. സോ അത് വെച്ചിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമെന്റിന്റെയും സാൻഡിന്റെയും ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അത് 1:5ഉം 1:6ന്റെയും കാണിച്ചിട്ടുണ്ട്. 1:5 സിമെന്റ് മോർട്ടാറിന്റെയും 1:6 സിമെന്റ് മോർട്ടാറിന്റെയും ക്വാണ്ടിറ്റീസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്, സിമെന്റിന്റെയും സാൻഡിന്റെയും. സോ ഈ ആദ്യത്തെ രണ്ട് ഐറ്റം കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചിരിക്കുന്ന 3 ഐറ്റം സിമിലർലി നമുക്ക് യൂസ് വരുന്നതാണ്. 9mm സീലിംഗിലുള്ള പ്ലാസ്റ്ററിങ്ങും 12mm സീലിംഗ് പ്ലാസ്റ്ററിങ്ങും 1.5mm തിക്നെസ് സിമെന്റ് പ്ലാസ്റ്റർ, വളരെ ചെറിയ തിക്നെസ്സിലുള്ള സിമെന്റ് പ്ലാസ്റ്ററിങ്ങും ആണ്. സോ രണ്ട് കേസിലും നമുക്ക് എക്സ്ട്രാ എത്രയൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് രണ്ടും ജസ്റ്റ് നിങ്ങൾ ഈ ടേബിൾ ഒബ്സർവ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊരു ടേബിൾ ഫോമാറ്റിൽ കാണിക്കുന്നു എന്ന് മാത്രം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത് അനാലിസിസ് ഓഫ് റേറ്റ്സ് ആയിരുന്നു. ഒന്നുകൂടെ പറയാം. അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന പല ഐറ്റംസ് ഓഫ് വർക്ക് ഉണ്ട്. സോ അതിൻ്റെ ഒരു റേറ്റ്, ഒരു യൂണിറ്റ് റേറ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ്, അല്ലെ അതിൻ്റെ ഒരു മെത്തേഡാണ് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതൊരു ശരിക്കും പറഞ്ഞാൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ഒരു പരിധി വരെ നമുക്ക് അനാലിസിസ് ഓഫ് റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. സോ ആ ഡോക്യുമെന്റ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു കുറേ പേരുടെ കയ്യിലെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. കാര്യം ബിടെക് കരിക്കുലത്തിൽ അതിന്റെ ജസ്റ്റ് നമ്മളൊന്ന് കുറച്ചൊക്കെ പഠിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറേ പേരുടെ കയ്യിലെങ്കിലും ഉണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് അനാലിസിസ് ഓഫ് റേറ്റ് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുക. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് ഓഫ് വർക്കിന്റെയും റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അത് ഓൾറെഡി സോൾവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, ആ ഒരു ഡോക്യുമെന്റിൽ തന്നെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്നിന്റെ അനാലിസിസ് ഓഫ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എല്ലാ സെഷനിലും പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡൗട്ടോ അസിസ്റ്റൻസോ വേണമെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.